പാലക്കാട് മെഡിട്രീന ആശുപത്രിയിൽ ന്യൂറോളജി ആൻഡ് ജനറൽ സർജറി വിഭാഗം ആരംഭിച്ചതായി ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദഗ്ധ പരിചരണം, അനുകമ്പയുടെ സേവനം എന്ന സന്ദേശവുമായാണ് മെഡിട്രീന ആശുപത്രിയിൽ ന്യൂറോളജി ആൻഡ് ജനറൽ സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തിങ്കൾ മുതൽ ശനി വരെ ഈ വിഭാഗത്തിന്റെ സേവനം ആശുപത്രിയിൽ ലഭ്യമാവും. സെൻട്രൽ ഹെഡ് ഡോക്ടർ ജി പോൾ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് തമ്പി, ഡോക്ടർ എബിരാജ് പ്രകാശ്, മാർക്കറ്റിംഗ് മാനേജർ ബിച്ചു എം ഷെരീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപസ്മാരം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്നുണ്ട്. 100-ൽ ഒരാൾക്ക് സമൂഹത്തിൽ അപസ്മാരമുണ്ട്. ഈ 2 എമർജൻസീസാണ് പ്രധാനമായിട്ടും അത്യാഹിത വിഭാഗം വഴി ചികിത്സ നമുക്ക് തേടാവുന്നത്. അതുകൂടാതെ OP ബേസിസിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 9 മുതൽ 5 വരെ തലവേദന എന്ന് പറയുമ്പോൾ പല പേഷ്യൻസ് വന്ന് പറയുന്നത് എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ടെന്നാണ്. അപ്പോൾ അത് മൈഗ്രെയിൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം പോലും അവർ ഡോക്ടർമാർക്ക് കൊടുക്കാറില്ല. കാരണം അവർ തന്നെ രോഗം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പല തലവേദനകളും മൈഗ്രെയിൻ അല്ല. ക്ലസ്റ്റർ ഹെഡേക്ക്, ടെമ്പറൽ ആർട്ടറൈറ്റിസ്, ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സ്, ടെൻഷൻ ഹെഡേക്ക്, മസിൽ കൺട്രാക്ഷൻ ഹെഡേക്ക്, ബ്രെയിൻ ട്യൂമേഴ്സ്, തലച്ചോറിനകത്തെ പ്രഷർ കൂടുന്ന കാരണങ്ങൾ, ഇതൊക്കെ മൈഗ്രെയിൻ പോലെ അവതരിക്കുന്ന തലവേദനകളാണ്. പിന്നെ തലകറക്കവും ആട്ടവും. പൊതുവിൽ എല്ലാവർക്കും അറിയാം, ഒന്നില്ലെങ്കിൽ ഇയർ ബാലൻസ് അല്ലെങ്കിൽ തലച്ചോറിനകത്തോട്ടുള്ള രക്തപ്രവാഹത്തിൻ്റെ വ്യത്യാസം. ഇത് രണ്ടും കൊണ്ടാണ് സെൻട്രൽ വെർട്ടൈഗോ അല്ലെങ്കിൽ പെരിഫറൽ വെർട്ടൈഗോ എന്ന് പറയുന്നത്. ഈ 2 തരത്തിലുള്ള തല കറക്ക രോഗങ്ങൾക്കും നടക്കുമ്പോഴുള്ള ആട്ടം, അറ്റാക്സിയ, ഇത് ന്യൂറോളജിയുടെ ഒരു പ്രധാന OP വിഭാഗത്തിൽ പെടുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.